ബ്ലഡി മേരി, രാത്രി വൈകി നിങ്ങളുടെ ബാത്റൂമിലെ കണ്ണാടിയുടെ മുന്നിൽ മെഴുകുതിരി കത്തിച്ച് അതിനു മുന്നിൽ നിന്ന് അവളുടെ പേര് തുടർച്ചയായി 3 തവണ പറയുമ്പോൾ അവളുടെ പ്രേതരൂപം കണ്ണാടിയിൽ പ്രത്യക്ഷപ്പെടും എന്നൊരു കഥ ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട്. ഈ ഭയപ്പെടുത്തുന്ന കഥയ്ക്ക് പിന്നിൽ ഇതിനെ സംബന്ധിച്ച് ഒരുപാട് ഉത്ഭവ കഥകളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഓർമ്മിക്കുന്ന രക്തരൂഷിതമായൊരു കഥയുണ്ട്. 1800കളിൽ മേരി എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ താമസിച്ചിരുന്ന സ്ഥലത്ത് ഒരു രോഗം പടർന്നു പിടിച്ചു. ജനങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ മരിച്ചു വീഴാൻ തുടങ്ങി. ഡോക്ടർമാർക്ക് മിക്കപ്പോഴും ഇങ്ങനെ വീഴുന്ന ജനങ്ങളുടെ നാഡിയെടുപ്പ് കണ്ടെത്താൻ കഴിയാതെ വന്നു. അങ്ങനെയുള്ള അവസരത്തിൽ അവർക്ക് ജീവനുണ്ടോ എന്നറിയാൻ ആ രോഗിയുടെ മൂക്കിന് താഴെ ഒരു കണ്ണാടി വെക്കുമായിരുന്നു. അവർക്ക് ജീവനുണ്ടെങ്കിൽ അവരുടെ ശ്വാസം കണ്ണാടിയിൽ തട്ടി ഘനീഭവിക്കുമായിരുന്നു. അങ്ങനെ അവർക്ക് ജീവനുണ്ടോ ഇല്ലേ എന്ന് കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ മരിച്ചതായി പ്രഖ്യാപിച്ചിട്ട് മരിച്ചിട്ടില്ലാത്ത ആൾക്കാരെ അബദ്ധത്തിൽ കുഴിച്ചിട്ട ഒരുപാട് സംഭവങ്ങളുണ്ടായി. അതിനാൽ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഒരാൾ മരിക്കുമ്പോൾ ശവപ്പെട്ടിയിൽ ഒരു ചെറിയ ദ്വാരമിട്ട് അതിലൂടെ ഒരു ചരട് കടത്തിവിട്ട് അതിന്റെ ഒരറ്റം മരിച്ചവരുടെ കയ്യിൽ കെട്ടി മറ്റേ അറ്റം ശവക്കല്ലറയുടെ പുറത്തുള്ള ഒരു മണിയുമായി ബന്ധിക്കുമായിരുന്നു. അടക്കം ചെയ്താൽ മരിച്ചില്ലെങ്കിൽ ചരട് വലിക്കുകയും മണി മുഴങ്ങുകയും അവരെ രക്ഷിക്കാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെ മേരിക്ക് ആ രോഗം പിടിപെട്ടു. പതുക്കെ അവൾ മരണത്തിന് കീഴടങ്ങി. അവൾ മരിച്ചില്ല എന്ന് കരുതി ശവപ്പെട്ടി കുഴിയിൽ വെച്ചെങ്കിലും മണ്ണിട്ട് മൂടിയില്ല. തന്റെ മകൾ ഉണരുമെന്ന പ്രതീക്ഷയിൽ മാതാപിതാക്കൾ വീട് വിട്ടു പോകാതെ കാത്തിരുന്നു. ദിവസങ്ങൾ, ആഴ്ചകൾ കടന്നുപോയി. ഒടുവിൽ അയൽക്കാർ അവൾ ഇനി ഉണരില്ല എന്ന് മാതാപിതാക്കളെ അറിയിച്ചതിനെ തുടർന്ന് മാതാപിതാക്കൾ ദുഃഖത്തോടെ വീട് വിട്ട് പുറത്തേക്ക് പോയി. അവൾ ഇനി ഒരിക്കലും ഉണരില്ല എന്ന് കരുതി ഒരയൽക്കാരൻ വന്ന് ശവക്കുഴി മൂടി. അയാൾ തന്റെ വീട്ടിലേക്ക് തിരികെ പോയി. എന്നാൽ ഈ അവസരത്തിൽ മേരി പെട്ടെന്ന് ഞെട്ടിയുണർന്നു. അവൾ ശവപ്പെട്ടിക്കുള്ളിലെ ചരട് വലിച്ചു. മണി മുഴങ്ങിയെങ്കിലും മാതാപിതാക്കളോ അകലെ താമസിക്കുന്ന അയൽക്കാരോ ആരും തന്നെ കേട്ടില്ല. അവൾ തന്റെ നഖങ്ങൾ കൊണ്ട് ശവപ്പെട്ടിയിൽ മാന്താൻ തുടങ്ങി. ഒടുവിൽ പതുക്കെ പതുക്കെ അവളുടെ ശ്വാസം നിലച്ചു. തിരികെ എത്തിയ മാതാപിതാക്കൾ മണി മുഴങ്ങിയതായി മനസ്സിലാക്കിയ ഉടൻ തന്നെ മകളുടെ ശവക്കല്ലറ ലക്ഷ്യമാക്കി ഓടി. അവിടെ എത്തിയവർ ശവക്കല്ലറയിൽ നിന്ന് തന്റെ മകളെ പുറത്തെടുത്തു. അവളുടെ നഖങ്ങളിലും കൈകളിലും രക്തം പുരണ്ടിരുന്നു. തന്റെ മകൾക്ക് ശ്വാസമുണ്ടോ എന്നറിയാൻ കണ്ണാടി അവളുടെ മൂക്കിനടിയിൽ വെച്ച് നോക്കി. ആ സമയത്ത് കണ്ണാടിയിൽ ചെറിയൊരു ഈർപ്പം ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അതില്ലാതായി. അവൾ അപ്പോഴേക്കും മരിച്ചിരുന്നു. അവളുടെ ആത്മാവ് ആ സമയത്ത് ആ കണ്ണാടിയിലേക്ക് പ്രവേശിച്ചതായി പറയപ്പെടുന്നു. ഇതിനുശേഷം ബ്ലഡി മേരി എന്ന് 3 തവണ കണ്ണാടിയിൽ നോക്കി പറഞ്ഞാൽ അവളുടെ ആത്മാവ് ആ കണ്ണാടിയിൽ പ്രത്യക്ഷപ്പെടുമെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു.